ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഒരു കമ്പനീനെ ബേക്കപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ബേക്കപ്പ് ചെയ്ത കമ്പനീനെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കമ്പനീനെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളതും, അതുപോലെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിന് വരുന്ന സമയത്ത് അടുത്ത ഇയറേക്ക് എങ്ങനെയാണ് കമ്പനീനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനീനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കമ്പനീനെ ഇനി ഒന്ന് ബേക്കപ്പ് ചെയ്യണം. അപ്പൊ ബേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടോപ്പില് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഷോർട്ട് കീ വരുന്നത് Alt Y ആണ്. അപ്പൊ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും ബേക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതില് ടോപ്പിൽ തന്നെ കാണാം ബേക്കപ്പ് ഉണ്ട്, പിന്നെ ഷെഡ്യൂൾ ബേക്കപ്പ് ഉണ്ട്. ഷെഡ്യൂൾ ബേക്കപ്പ് എന്താന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ആദ്യം നമ്മൾ ബേക്കപ്പ് ആണ് പറയാൻ വേണ്ടി പോണത്. അപ്പൊ ഞാൻ ഇവിടെ ബേക്കപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബേക്കപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളോട് ബേക്കപ്പ് ഡാറ്റ പാത്ത് ചോദിക്കും. അതായത് നമ്മൾ എങ്ങോട്ടാണ്, ഏത് ഫോൾഡറിലേക്കാണോ കമ്പനീനെ ബേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൾഡർ ആണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ സി ഡ്രൈവ് ആണ് ഓപ്പൺ ആയി കിടക്കുന്നത്. സി ഡ്രൈവിൽ തന്നെ ഇതിൽ ഓൾറെഡി കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഫോൾഡേഴ്സിൽ ഏതെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതെല്ലാം നമുക്ക് നമ്മുടേതായ ഒരു ഫോൾഡർ പുതിയത് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ടോപ്പില് സ്പെസിഫൈ പാത്ത് എന്ന് പറയുന്ന ഈ ഓപ്ഷന്. അപ്പൊ ഈ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട ഫോൾഡറിന്റെ പേര് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കമ്പനിയുടെ പേര് തന്നെയാണ് ഫോൾഡർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേരിൽ എന്ത് ചെയ്തു, ഒരു ഫോൾഡർ അവിടെ വന്നു. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു ക്രിയേറ്റ്. അപ്പൊ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പേരിൽ എന്ത് ചെയ്തു, ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഫോൾഡർ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, കമ്പനി നെയിം ആണ്. അപ്പൊ ഏത് കമ്പനിനെയാണോ നമ്മൾ ബേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പനി എന്ത് ചെയ്യുക, അവിടേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ കമ്പനി ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേരും അതുപോലെ തന്നെ അതിന്റെ സീരിയൽ നമ്പറും ഇവിടെ ബ്രാക്കറ്റിൽ കാണിക്കും. നമ്മുടെ കമ്പനി മാത്രമേ, ഈ ഒരു കമ്പനി മാത്രമേ നമുക്ക് ബേക്കപ്പ് ചെയ്യാനുള്ളൂ എങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ എൻഡ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എത്രത്തോളം കമ്പനീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ കമ്പനീസ് എല്ലാം ഇങ്ങോട്ട് സെലക്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പൊ നമ്മുടെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ബേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ബേക്കപ്പ് ആയാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ ഞാനിവിടെ ദിസ് PC ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സി ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നോക്കാം. സി ഡ്രൈവിൽ ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗ്ലോബൽ എന്നാണ്. ആ ഗ്ലോബൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അവിടെ കാണിക്കാം. കമ്പനിയുടെ പേര് ഒരിക്കലും കാണിക്കൂല, പകരം TDBK 1800 ടാലി ബേക്കപ്പ് കമ്പനി എന്നുള്ളതാണ് 1800, അതിന്റെ കോഡാണ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറും കൂടി ഇവിടെ കാണിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ കമ്പനിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കമ്പനിയുടെ പേര് ഒരിക്കലും ഇവിടെ കാണിക്കൂല. പിന്നെ നമ്മൾ ബേക്കപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റും ടൈമും ഒക്കെ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇതിവിടെ ബേക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റീസ്റ്റോർ ചെയ്യണം. അപ്പൊ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനീനെ ടാലിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം, എന്നാലേ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം കമ്പനീനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് F3 എടുത്തു. അതില് ആൾട്ടർ കമ്പനിയാണ് ഡിലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ആൾട്ടർ കമ്പനി എടുത്തു. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഷോർട്ട് കീ കൊടുക്കണം, അതാണ് Alt D. അപ്പൊ നമ്മളോട് ഡിലീറ്റ് ചോദിക്കും. ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആർ യു ഷുവർ, ഒന്നും കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്നെ ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഡിലീറ്റ് ആയി പോയ കമ്പനീനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവാണ്, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഡാറ്റയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അതിൽ ബേക്കപ്പ് ആൻഡ് റീസ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ ഇതിലുണ്ടാവും റീസ്റ്റോർ. റീസ്റ്റോർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് ഫോൾഡർ ആണ്. അതായത് ഏത് ഫോൾഡറിലേക്കാണോ നമ്മൾ ബേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫോൾഡർ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേരും സീരിയൽ നമ്പറും നമ്മൾ ബേക്കപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റും ടൈമും ഒക്കെ ഇവിടെ കാണിച്ചു തരും. അതൊന്ന് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് കൊടുക്കുക. ഇനി നമ്മുടെ കമ്പനി വന്നോ എന്നുള്ളത് നോക്കി നോക്കാം. കണ്ടോ, കമ്പനി ഇവിടെ റീസ്റ്റോർ ആയിട്ടുണ്ട്. കമ്പനീനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത്രയാണ് ബേക്കപ്പ് റീസ്റ്റോർ. അപ്പൊ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അത് അന്ന് അങ്ങോട്ട് ബേക്കപ്പ് ചെയ്തിട്ട് പോവാന്നല്ല, അത് ഡെയിലി ബേക്കപ്പ് ചെയ്യണം. എന്നാലും നമ്മൾ ഓരോ ഡേറ്റിലും ചെയ്യുന്ന ട്രാൻസാക്ഷൻസുകളും കൂടി എന്ത് ചെയ്യുള്ളൂ, ബേക്കപ്പ് ആവുള്ളൂ. അപ്പൊ പിന്നീട് എങ്ങാനും നമ്മുടെ കമ്പനി ഇതിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ തിരിച്ച് റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് വരെ ഇതിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ബേക്കപ്പ് ചെയ്യണം. ആ ഡെയിലി ബേക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് നമ്മൾ ഈ ഡാറ്റ എടുത്തപ്പോൾ ബേക്കപ്പ് ആൻഡ് റീസ്റ്റോർ എടുത്തപ്പോൾ അതിൽ ഷെഡ്യൂൾ ബേക്കപ്പ് കണ്ടല്ലോ.
ഇത് എന്തിനാണ്? നമ്മൾ ഓരോ ദിവസം ബാക്കപ്പ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ബാക്കപ്പ് ഡാറ്റ പാത്ത് ചോദിക്കും. അപ്പൊ ഞാനിവിടെ സെയിം ആ ഒരു ഫോൾഡർ തന്നെ എടുക്കുകയാണ്. സി ഡ്രൈവിൽ നമ്മൾ കൊടുത്ത ഫോൾഡർ തന്നെ അവിടെ കൊടുത്തു. ഇനി കമ്പനിയുടെ പേര് ചോദിക്കും. നമ്മുടെ കമ്പനിയുടെ പേര് കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. നമ്മുടെ കമ്പനിയുടെ പേര് മാത്രം സെലക്ട് ചെയ്തിട്ട് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ കണ്ട ബാക്കപ്പ് ഫ്രീക്വൻസി കണ്ടു, ഡെയിലി എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക് ആയി വന്നിട്ടുണ്ടാവും. അതായത് ഡെയിലി ഇത് എന്ത് ചെയ്യണം? ബാക്കപ്പ് ആവണം. അപ്പൊ എന്നും നമ്മൾ ചിലപ്പോൾ ബാക്കപ്പ് ചെയ്യാൻ മറന്നു പോവുക. അപ്പൊ അങ്ങനെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് സെറ്റ് ചെയ്യണം. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെയിലി ബാക്കപ്പ് ആയിക്കോളും. അപ്പൊ അതാണ് ഇവിടെ ഡെയിലി വന്നിട്ടുള്ളത്. പിന്നെ ടൈം നമ്മൾ എപ്പോഴാണോ ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ് ക്ലോസ് ആവുന്നത് ആ ഒരു ടൈം. ഇപ്പൊ ഇതിൽ ഇവിടെ 6:43 PM എന്നുള്ള ടൈമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പോ ഇനി ഒരു 7 മണിക്കാണ് ബാക്കപ്പ് ആവേണ്ടത് വെച്ചാൽ ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി? 7 മണി ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് 7 മണി AM ആണ് വന്നിട്ടുള്ളത്. ഞാനത് PM ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടൈം ഏത് ടൈമാണ് വേണ്ടിച്ച ടൈം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടേക്ക് എ ബാക്കപ്പ് നൗ യെസ് ആണ്, എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഷെഡ്യൂൾ ആണ് ഈ വന്നിട്ടുള്ളത്. നമ്മുടെ കമ്പനിയുടെ പേര്, അതുപോലെ സീരിയൽ നമ്പർ, പിന്നെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ആദ്യം ബാക്കപ്പ് ചെയ്തല്ലോ. അപ്പൊ അതിന്റെ ഡേറ്റും ടൈമും ആണ് ഈ ഫസ്റ്റ് കാണിക്കുന്നത്. അതാണ് സ്റ്റാറ്റസ് ഇവിടെ സക്സസ് എന്ന് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ബാക്കപ്പ്, അതാണ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഷെഡ്യൂൾ കൊടുത്തത്, അതാണ് ഇത്. അപ്പൊ ഇനിയിപ്പോ 7 മണിക്ക് എന്താവും? ഇത് ബാക്കപ്പ് ആവും. അങ്ങനെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് ആ ഒരു ഓപ്ഷൻ, ബാക്കപ്പില് ഷെഡ്യൂൾ ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയാൻ വേണ്ടി പോണത് എങ്ങനെയാണ് ഒരു കമ്പനീനെ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിലാവുന്ന സമയത്ത് ആ കമ്പനിന്റെ ഇയറിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് 1/1/26 ടു 31 ഡിസംബർ 26. ഡിസംബർ 31-ാം തീയതി വരെയാണ് നമ്മുടെ കമ്പനിയുടെ പീരീഡ്. അപ്പൊ ഇനി അടുത്ത ഇയർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനീനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ആ സ്പ്ലിറ്റ് ചെയ്യാനാണ് ഈ ഡാറ്റയില് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ സ്പ്ലിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്പ്ലിറ്റ് ഡാറ്റ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പൊ നമ്മളോട് ചോദിക്കും സ്പ്ലിറ്റ് ഫ്രം, അതായത് ഏത് ഡേറ്റിലേക്കാണെങ്കിൽ അടുത്തത് നമുക്ക് സ്പ്ലിറ്റ്, അടുത്ത കമ്പനി ഏത് ഡേറ്റിലേക്കാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ ഡേറ്റ് കൊടുക്കുക. 1/1/27 ആണെങ്കിൽ നമുക്ക് അടുത്തത് വേണ്ടത്. അപ്പൊ ആ ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് കമ്പനി എന്നുള്ളതിൽ ഫ്രം സ്പ്ലിറ്റ് ഡേറ്റ് എന്നുള്ളത് കൊടുക്കുക, എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോസസ്സ് നടക്കും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ കമ്പനി സ്പ്ലിറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഇയറിൽ എന്തൊക്കെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ സ്റ്റോക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ക്ലോസിങ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ഇനി അടുത്ത ഇയറിലേക്ക് ഓപ്പണിംഗ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്തതെല്ലാം വരും. ഇവിടെ കണ്ടോ, 2 കമ്പനി വന്നു. ഒന്ന് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്, രണ്ടാമത്തത് ഫ്രം 1/1/27 എന്നുള്ള ഡേറ്റും കൂടെ അതിന്റെ കൂടെ ഉണ്ട്. ഇത് പുതിയതാണ്. അപ്പൊ ഈ ഇയറിൽ നമ്മൾ ചെയ്തതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അടുത്ത ഇയറിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതാണ് സ്പ്ലിറ്റ് ചെയ്യണോണ്ടുള്ള ഗുണം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്, ബാക്കപ്പ്, റീസ്റ്റോർ ആൻഡ് സ്പ്ലിറ്റ്. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു ഓൾ.